Hi, I am Nisha. Welcome to my channel. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു കോട്ടിന്റെ കട്ടിംഗ് തന്നെയാണ്. നേരത്തെ കാണിച്ച കോട്ടിന്റെ കട്ടിംഗ് പോലെയല്ല. ഇതൊരു അളവ് കോട്ട് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതനുസരിച്ച് അതിന്റെ സെയിം അളവ് തന്നെ. എന്നാൽ ഇത് കോളറുള്ള കോട്ടാണ്. പക്ഷെ വി നെക്ക് ആയിട്ടുള്ള ആണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ഇത് ചെയ്യാമെന്ന് നോക്കാം. തുണിയുടെ നമ്മൾ സാധാരണ പോലെ തന്നെ തേര് ഭാഗം കൂടി വരുന്ന രീതിയിൽ വീതിക്ക് മടക്കിയിടുക. അത് നമ്മുടെ നേരെ ഇടുക. അതിനുശേഷം ഒരു 3.5 ഇഞ്ചോളം ഉള്ളിലേക്ക് തുണിയുടെ മുകളിലേക്ക് മടക്കിയിടുക. ആ തേരിന്റെ ഭാഗം മടക്കിയിടുക. അതിനുശേഷം നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്താം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അളവ് തന്ന കോട്ട് എടുത്തിട്ട് ഫ്രണ്ട് ഭാഗം എപ്പോഴും ഫ്രണ്ട് ഭാഗം മാത്രം അളവെടുക്കുക. കാരണം ഇത് ഫ്രണ്ടും ബാക്കും നമ്മൾ അളവ് വ്യത്യാസം ഉണ്ടാവും. അത് എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും നീളം കൂടി വരുന്നതെന്ന് വെച്ചാൽ അതിന്റെ കോളറിന്റെ കഴുത്തിനോട് ചേർന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്ന് വേണം താഴേക്ക് അളവെടുക്കാൻ. അപ്പോൾ ആ ലെങ്ത് കറക്റ്റ് എടുക്കുക. അതിനുശേഷം 1/2 ഇഞ്ച് ഷോൾഡറിന്റെ ഭാഗത്ത് സ്റ്റിച്ചിങ്ങും താഴേക്ക് ഒരു 2 ഇഞ്ച് നമ്മൾ മടക്കി തയ്ക്കാവുന്നതും കൂട്ടി വേണം നമ്മൾ അളവെടുക്കാൻ. നമുക്ക് 24 ഇഞ്ച് കിട്ടുന്നെങ്കിൽ നമ്മൾ 26.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. അപ്പോൾ അത് നമ്മളിവിടെ അടയാളപ്പെടുത്തുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ ഷോൾഡറിന്റെ ഭാഗമൊക്കെ തുണിയുടെ ഉൾവശത്തേക്ക് വരുന്ന രീതിയിൽ വേണം അടയാളപ്പെടുത്താൻ. എന്നാലും നമുക്ക് തുണിയൊക്കെ കുറവുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കോളറിന്റെ നെക്കല്ല ആവശ്യം, നമുക്കൊരു വി നെക്കാണ് ആവശ്യം. അപ്പോൾ നമ്മൾ കോളറിന്റെ വൈഡ് അത് തന്നെ അടയാളപ്പെടുത്താം. അപ്പോൾ സെന്ററിന്റെ ഭാഗത്ത് നിന്ന് ഒരു 3 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തണം. അതിനുശേഷം ലെങ്ത് ഒരു 7 ഇഞ്ച് ആ നീക്കി അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് താഴേക്ക് സെന്ററിലേക്ക് ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. അപ്പോൾ ഷോൾഡർ അടയാളപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ സെന്ററിൽ നിന്ന് 1 ഇഞ്ച് നീക്കി നമ്മൾ അടയാളപ്പെടുത്തണം. കാരണം നമുക്കവിടെ ഹുക്ക് വരുന്നതിൻ്റെ ആ ഒരു എക്സ്ട്രാ വേണം നമുക്ക് ഷോൾഡറായിട്ട്. അപ്പോൾ ഷോൾഡർ എത്രയാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ആ 1 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് ആ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ നെഞ്ചിൻ്റെ വണ്ണം എടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ പോർഷൻ എടുക്കുക. ഫ്രണ്ടിൻ്റെ പോർഷൻ എടുത്തിട്ട് കൈക്കുഴിയുടെ ഭാഗത്ത് ആ നെക്കിൻ്റെ ഭാഗത്തായിട്ട് നേരെ പിടിക്കുക. നേരെ പിടിച്ചിട്ട് സ്റ്റിച്ച് എവിടെ വന്നിരിക്കുന്നതെന്ന് നോക്കിയിട്ട് കറക്റ്റ് സെൻറ്ററിലേക്ക്, അപ്പോൾ അവിടെ ഹുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല, കറക്റ്റ് സെൻറ്ററിലേക്ക് അളവെടുക്കുക. അപ്പോൾ എത്രയാണോ അളവ് കിട്ടിയിരിക്കുന്നത്, ഇപ്പോൾ 9 കിട്ടിയിരുന്നെങ്കിൽ 9 തന്നെ അടയാളപ്പെടുത്തുക. എന്തെങ്കിലും കൂട്ടാനും കുറയ്ക്കാനും പറഞ്ഞാൽ മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതിനുശേഷം സ്റ്റിച്ചിങ്ങും സീം അലവൻസും നമ്മൾ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് താഴേക്കാക്കിയിട്ട് ഒന്ന് ചരിച്ച് കൈക്കുഴിയുടെ ഭാഗത്ത് വരയ്ക്കുക. അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചും കൊടുക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് കൈക്കുഴിയാണ്. അപ്പോൾ കൈക്കുഴി നോക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഫ്രണ്ടിൻ്റെ ഭാഗത്തെ കൈക്കുഴി എത്രയാണെന്ന് നോക്കിയിട്ട് വേണം അത് അടയാളപ്പെടുത്താൻ. കാരണം ഫ്രണ്ടും ബാക്കും കയറി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ ഷോൾഡർ ചരിച്ച് വെട്ടിയ ഭാഗത്ത് നിന്ന് കൈക്കുഴി നേരെ വെച്ച് അടയാളപ്പെടുത്തുക. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ അളന്നൊന്നും ടേപ്പ് എടുത്ത് അളന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. അതങ്ങനെ തന്നെ വെച്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം കൈ കുഴിച്ച് വെട്ടാൻ വേണ്ടി 1 ഇഞ്ച് ഉള്ളിലേക്ക് നീക്കി അടയാളപ്പെടുത്തി ഒന്ന് കുഴിച്ച് വരയ്ക്കുക. അടുത്തത് നമ്മൾ ഷേപ്പിന്റെ ഭാഗമാണ്. ഇവിടെ ഫ്രണ്ട് ടക്കൊന്നും ഇല്ലാത്ത ഒരു കോട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ തയ്ക്കുന്ന ഒരു വ്യത്യാസം വരുത്തുന്നില്ല. അപ്പോൾ ഷേപ്പിന്റെ ഭാഗം സെയിം നേരത്തെ അളവെടുത്ത കൂട്ട് തന്നെ നമ്മൾ ആ ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഷേപ്പിന്റെ അവിടം വരെ എത്രയുണ്ട് അത്രയും കറക്റ്റായിട്ട് അളവ് നോക്കുക. അതിനുശേഷം ആ അളവ് അടയാളപ്പെടുത്തുക. അപ്പോൾ അളവ് അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് എത്ര ലെങ്ത്താണ് ഷേപ്പിന്റെ അവിടം വരെ വരിക എന്ന് അടയാളപ്പെടുത്തണം. അത് നോക്കിയിട്ട് ഇതിപ്പോൾ 13.5 നമുക്ക് കിട്ടിയിരിക്കുന്നത്, അത് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഹിപ്പിന്റെ വണ്ണം. അപ്പോൾ ഹിപ്പിന്റെ വണ്ണം അടയാളപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഹിപ്പിന്റെ ലെങ്ത്, ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് ഹിപ്പ് വരെയുള്ള ലെങ്ത് ആദ്യം അടയാളപ്പെടുത്തണം. എന്നിട്ട് വേണം അവിടുത്തെ വീതി അടയാളപ്പെടുത്താൻ. അപ്പോൾ അവിടുത്തെ വീതി എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഭാഗത്തെ വീതി ആദ്യം അളന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഇച്ചിരി കൂടുതലാണ്, ഇവിടെ ഒരു എക്സ്ട്രാ കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു 1/2 ഇഞ്ച് കുറയ്ക്കണം. അവിടുത്തെ എത്ര അളവാണ് നമ്മൾ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ച് വേണം അടയാളപ്പെടുത്താൻ. അവിടെ കുറച്ച് കൂടുതലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ പറഞ്ഞാൽ നമ്മൾ അതേപോലെ തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ കുറച്ച് കൂടുതലാണെന്ന് കണ്ടാൽ ഒരു 1/2 ഇഞ്ച് വെച്ച് കുറച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഷേപ്പിൻ്റെ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം താഴേക്ക് ഒന്ന് ചരിച്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ചരിച്ച് അടയാളപ്പെടുത്തണം നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മുടെ ഹിപ്പിൻ്റെ വണ്ണം ഒരുപാടുണ്ടെങ്കിൽ മാത്രം നമ്മളങ്ങനെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചരിച്ചാൽ മതി. ഓവറായിട്ടൊന്നും ചരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഹിപ്പ് സൈസൊക്കെ അനുസരിച്ചാണ് നമ്മൾ ആ വേസ്റ്റിൻ്റെ ഭാഗത്തെ വണ്ണമൊക്കെ അടയാളപ്പെടുത്തേണ്ടത്.
അതിനുശേഷം നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്ത് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഷോൾഡർ ചരിച്ച് വെട്ടുക. അതേപോലെ തന്നെ കുഴിച്ച് വെട്ടേണ്ട ആ ഭാഗം കുഴിച്ചും വെട്ടുക. കൈക്കുഴിയുടെ ഭാഗം കുഴിച്ച് തന്നെ വെട്ടിയെടുക്കുക. ഇനി നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ബാക്കിയുള്ള പീസ് നമ്മുടെ നേരെ ഫോൾഡായ ഭാഗം നമ്മുടെ നേരെ തിരിച്ചിടുക. അതിനുശേഷം നമ്മൾ തുണി എങ്ങനെയാണ് നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് തുണി ആ ഷോൾഡറിൻ്റെ ഭാഗം കയറ്റി ഫ്രണ്ടിൻ്റെ പോർഷൻ ഇടുക. അതേപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് നീക്കിയിടുക. ഫ്രണ്ടിൻ്റെ പോർഷൻ നമ്മുടെ ബാക്ക് പോർഷനിൽ നിന്ന് പുറത്തേക്ക് 1 ഇഞ്ച് തള്ളിയിരിക്കുന്ന രീതിയിലിടുക. അതിനുശേഷം ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ ഭാഗത്ത് ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് മുകളിലേക്ക് 2 ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തുക. അതിനുശേഷം ആ കയറ്റി അടയാളപ്പെടുത്തിയ ഭാഗത്തുനിന്ന് സെൻറ്ററിൽ നിന്ന് ഫോൾഡായ ഭാഗത്ത് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇവിടെ വീനൊക്കെ ആയതുകൊണ്ട് നമുക്ക് കഴുത്ത് ബാഗിൽ കുറച്ച് ഇറങ്ങിയാലും പ്രശ്നമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ചോളം ഇറക്കുന്നുണ്ട്. അപ്പോൾ 3 ഇഞ്ച് വൈഡ് എടുത്തു. ഇപ്പോൾ 3 ഇഞ്ച് താഴേക്ക് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോൾഡർ അളവെടുക്കുക. ആ അളവ് തന്നെ നമ്മൾ ബാക്കിലെ ഷോൾഡറും അടയാളപ്പെടുത്തുക. പിന്നെ നമുക്ക് കൈക്കുഴിയൊക്കെ ആ ഒരു സെയിം ഇതിൽ തന്നെ കുഴിക്കേണ്ട ആ ഒരു അളവിൽ തന്നെ ലെങ്ത്തിൽ തന്നെ അടയാളപ്പെടുത്തിയെടുക്കുക. ഷേപ്പും അതേപോലെ തന്നെ അടയാളപ്പെടുത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചിത് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ കറക്റ്റായി. അപ്പോൾ നമുക്ക് നേരത്തെ അടയാളപ്പെടുത്തിയ അതേപോലെ തന്നെ ആ അടയാളപ്പെടുത്തിയ ഭാഗത്ത് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അളവ് തന്ന കോട്ടിൽ ബാക്കിൽ ടക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ടക്കിൻ്റെ ലെങ്ത് ഒക്കെ ഒന്ന് നോക്കുക. അതിനുശേഷം അതിൻ്റെ ലെങ്ത് എത്രയാണ്, ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് ലെങ്ത് എത്രയാണെന്ന് നോക്കിയ ശേഷം ആ ലെങ്ത് അതേപോലെ തന്നെ അടയാളപ്പെടുത്തുക. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഏകദേശം ഒരു 4 ഇഞ്ച് വൈഡാക്കി എടുക്കണം അളവ്, ടക്കിൻ്റെ അളവ്, വീതി. താഴേക്ക് ലെങ്ത് എത്രയാണെന്ന് ആ കോട്ടിൻ്റെ അളവ് തന്നെ നമ്മൾ നോക്കിയിട്ട് അടയാളപ്പെടുത്തുക. അതേപോലെ തന്നെ ഒരു വശത്ത് അടയാളപ്പെടുത്തി അതിൻ്റെ അളവിൽ തന്നെ മറുവശത്തും കൂടി അടയാളപ്പെടുത്തുക. അപ്പോൾ ഇതിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. കാരണം നമ്മൾ ആദ്യം കണ്ട കോട്ടിൻ്റെ അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കോട്ടാണത്. അപ്പോൾ നിങ്ങൾ ഇതും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ കൈക്കുഴി തയ്ക്കാൻ വേണ്ടി ക്രോസ് പീസ് കട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ബാലൻസ് തുണിയിൽ നിന്ന് ക്രോസായ ഭാഗം കൊടുക്കുക. ഇപ്പോൾ സ്ക്വയർ പോലത്തെ ഒരു ഭാഗത്ത് നിന്ന് ക്രോസായിട്ട് ഒരു സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. ആ സ്കെയിലിൻ്റെ വീതിക്ക് തന്നെ നമുക്ക് കോട്ടിനൊക്കെ ഈ വീതിക്ക് തന്നെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ അളവിൽ തന്നെ നമ്മൾ ക്രോസ് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. സ്റ്റിച്ച് ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വീഡിയോ സ്റ്റിച്ചിങ്ങിൻ്റെ കാണിച്ചിട്ടുണ്ട്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഫ്രണ്ടിലൊക്കെ ടക്ക് ഉണ്ട്, 2 ടക്ക് ഉണ്ട്, ബാക്കിൽ ടക്ക് ഉണ്ട്. അപ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത് ഈ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ കട്ടിങ്ങിലും നമ്മൾ ചെയ്യാവുന്നത് ബാക്കിലെ ടക്ക് 2 ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഷോൾഡറുകൾ ഫ്രണ്ടിലെ വീനെക്ക് അടിച്ച് ഉള്ളിലേക്ക് മറിക്കുക. അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യാനായിട്ട്. ബാക്കി കൈക്കുഴിയുടെ ഭാഗത്ത് നമ്മൾ പീസ് വെച്ച് തയ്ക്കും. ബാക്കിയെല്ലാം അളവ് അടയാളപ്പെടുത്തിയ പോലെ നമ്മൾ ചെയ്തെടുക്കാവുന്നുള്ളൂ. സ്ലിറ്റൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആവർത്തിക്കുന്നില്ല. സ്റ്റിച്ചിങ്ങിനൊന്നും ഇത് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത സ്റ്റിച്ചിങ് ആണ് ഇതിൻ്റെ. നമ്മൾ ആ എക്സ്ട്രാ ചെയ്യുന്നത് ഇതിൽ 2 ടക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വളരെ എളുപ്പമാണ്, വേഗത്തിൽ കഴിയുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.